ഹലോ, ഇന്ന് നമ്മൾക്ക് നാരങ്ങ അച്ചാറിട്ടാലോ? അതിന് നമുക്ക് ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിച്ചു വെച്ചതാണ്. ഉണ്ടല്ലേ, നമുക്കിനി അരിഞ്ഞാൽ മതി. ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും. പിന്നെ നമ്മൾക്ക് നാരങ്ങ ഉണ്ടല്ലേ, നാരങ്ങ നമ്മളെടുത്തു. ഇന്ന് നമ്മൾ പഴുത്ത നാരങ്ങ നോക്കി മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളത് ഉരുളിയിലിട്ട് ഇച്ചിരി ലേശം എണ്ണ ഒഴിച്ചിട്ട് വാട്ടി. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങുവോ അല്ലാതെ പച്ചക്കോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെച്ചേക്കാൻ പറ്റില്ല. ഇങ്ങനെ വാട്ടി നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷമൊക്കെ നമുക്കതിങ്ങനെ വെച്ചേക്കാൻ പറ്റും. അപ്പം കൈ തൊടരുതെന്നേ ഉള്ളൂ. ഭരണിക്കകത്തിട്ട് അടച്ച് വെക്കണം, മൂടി നല്ലോണം. അപ്പം ഇതെങ്ങനെ വാട്ടിയെടുത്തതെന്ന് വെച്ചാൽ ഇത് എണ്ണയിൽ നമ്മളിങ്ങനെ ഉരുളിയിലിട്ട് വാട്ടി ഇതൊരു കറുത്ത കുത്ത് എണ്ണയും കുഴമ്പ് പോലെ ഇങ്ങനെ വരും. ഇങ്ങനെ വാട്ടി കഴിയുമ്പോൾ ഇതിനകത്തൊന്ന് ചെറിയ ചെറിയ ജലാംശമൊക്കെ വന്നിട്ട് ഇങ്ങനെ വരും. അങ്ങനെ ആ പരുവായി നമ്മൾ വാട്ടിയെടുത്ത സാധനങ്ങളാണ് ഇങ്ങനെ കിട്ടും. നമ്മളത് നല്ല തുണിയിൽ, പന്ന തുണിയല്ല, നല്ല തുണിയിൽ ഇത് തുടച്ച് നമ്മളെടുക്കണം. തുടച്ചതിൻ്റെ ഇത് കറയൊക്കെയാണ് കളഞ്ഞെടുത്ത്. എന്നിട്ട് പിന്നെ നമ്മൾ അരിയാനാണ് വന്നത്. അപ്പോൾ അരിയാൻ വേണ്ടിയിട്ട് തുടങ്ങണം. അപ്പോൾ നമ്മളിതിങ്ങനെ ഇങ്ങനെ കീറി അരിഞ്ഞു കൊടുക്കണം. ഞങ്ങൾ നാലായിട്ടാണ് ഇത് കീറുന്നത്. കണ്ടോ, ഇത് വലിയതായതുകൊണ്ട് നമുക്കൊരു 2-3 കഷ്ണമാക്കാം. ഇങ്ങനെ ഉണ്ടോ, അങ്ങനെ നമുക്കാക്കാം. അങ്ങനെ കീറണം. നാരങ്ങ അച്ചാറിനാണ് നമുക്ക് കീറാൻ. ഇതിന് വേണ്ടുന്ന സാധനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഇനി നമുക്ക് വേണ്ടുന്ന കരിയാപ്പില വേണം. അപ്പം നമ്മൾ കരിയാപ്പില നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം കരിയാപ്പില കൊണ്ടുവന്നിട്ട് നമുക്ക് അച്ചാറിടാൻ പറ്റുള്ളൂ, എന്നാലേ രുചി ഉണ്ടാവുകയുള്ളൂ. അപ്പം നമുക്കിത് അരിഞ്ഞു വെക്കാം. ഇപ്പം ഇങ്ങനെ കണ്ടില്ലേ, നോക്കിക്കേ. അപ്പോൾ എല്ലാവരും അച്ചാർ വെച്ചേക്കാനുള്ള അച്ചാറാണെങ്കിൽ ഇങ്ങനെ തന്നെ അതിടണം. ഇങ്ങനെയാണ് എൻ്റെ അമ്മ ഇട്ടിട്ടുള്ളത്, നമ്മൾ വേറെ പഠിച്ചതൊന്നുമില്ല. എന്നിട്ട് നമ്മൾ കായം വറുത്തെടുക്കും. പണ്ടുള്ളവർ കായം പൊടി ചേർക്കത്തില്ല, അതൊക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ കായം വറുത്തെടുത്തിട്ട് അത് പൊടിക്കുക ചെയ്യുന്നത്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി കഴിഞ്ഞ് അത് എണ്ണ വേണം വഴറ്റാൻ. നമ്മൾ വെളിച്ചെണ്ണ വെച്ചേക്കാനുള്ള നാരങ്ങയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല, നമ്മൾ എണ്ണ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എണ്ണയിൽ അത് വഴറ്റി പരുവായി കഴിയുമ്പം അതിനാവശ്യമായ മുളക് പൊടി അതും കൂടി ഇട്ട് നമ്മൾ വഴറ്റി നമ്മുടെ കായപ്പൊടിയും ചേർത്ത് കായപ്പൊടിയും കൂടി ചേർത്ത് വിനാഗിരി ഒഴിച്ച്, ചിലർക്ക് വിനാഗിരി പിടിക്കത്തില്ല, എന്നാൽ ഇരിക്കുന്നതിന് വിനാഗിരി ഒഴിക്കണം. വിനാഗിരി ഒഴിച്ച് ചാറ് ഇതാക്കി കഴിയുമ്പോൾ നമ്മുടെ ഈ നാരങ്ങയിട്ട് വഴറ്റിയിടും. ആണ് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. അതാണ് നമ്മൾ വെച്ചേക്കാനുള്ള നാരങ്ങ. നല്ല ടേസ്റ്റാണ്. ഒരു വർഷം നമ്മൾക്കിത് വെച്ചേക്കാൻ പറ്റും. അങ്ങനെയാണ് അച്ചാർ. അപ്പോൾ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ടു കോട്ട കണ്ടു കൊച്ചിയിലരി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കൊച്ചി കണ്ടു കോട്ട കണ്ടു കൊച്ചിയിലരി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ. കേൾക്കണോ
പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആരോമൽ ചേവകരുടെ പെങ്ങളാമുണ്ണിയാർച്ച, അവൾ അംഗം വെട്ടുന്ന വേലയും കണ്ടേ. ആരോമൽ ചേവകരുടെ പെങ്ങളാമുണ്ണിയാർച്ച, അവൾ അംഗം വെട്ടുന്ന വേലയും കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. അപ്പോൾ നമ്മളുടെ നാരങ്ങ ഇങ്ങനെ നമ്മൾ മുറിച്ചുകൊണ്ട് ഇരിക്കും. അങ്ങനെ അച്ചാർ ഇടുമ്പോൾ അടുത്ത സീൻ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കേ.